മലയാള മനോരമയ്ക്ക് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആണ്. അതിൽ പരാമർശിക്കുന്നത് പാലക്കാടും ചേലക്കരയിലും നടക്കാൻ പോകുന്ന ബൈ ഇലക്ഷനെ കുറിച്ചാണ്, ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. UDFന്റെ സ്ഥാനാർത്ഥി ആരാകും, ആരായിരിക്കണം, ആരായാലാണ് ജയസാധ്യത കൂടുതൽ എന്നീ കാര്യങ്ങളൊക്കെ കെ മുരളീധരൻ മലയാള മനോരമ ലേഖകനുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ പാലക്കാട് മത്സരിക്കുന്നുണ്ടോ എന്ന ചോദ്യം സ്വാഭാവികമായും മാധ്യമപ്രവർത്തകൻ കെ മുരളീധരനോട് ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിന് അദ്ദേഹം കൃത്യം മറുപടി പറയുന്നു, ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ല, മത്സരിക്കാനേ ഇല്ല എന്നും, പാലക്കാടേക്ക് ഞാനില്ല എന്ന്. പകരം ആര് എന്ന് ചോദിച്ചപ്പോൾ, എന്തെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് പകരം രാഹുൽ മാങ്കൂട്ടത്തിലാണ് നല്ലത്, രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഷാഫി പറമ്പിലും പിന്തുണക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ തന്നെയാണ്. KPCC നേതൃത്വവും പിന്തുണക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും കൂടി ആരംഭിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനും കഴിയും. അതുകൊണ്ട് തന്നെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുശേഷം അദ്ദേഹം വരുന്നത് ചേലക്കര മണ്ഡലത്തിലേക്കാണ്, നിയമസഭാ മണ്ഡലത്തിലേക്കാണ്. ചേലക്കരയിൽ ആര് മത്സരിക്കും എന്നും. ചേലക്കരയിൽ ഇത്തവണ അത്ര എളുപ്പമല്ല കാര്യങ്ങളെന്ന് കെ മുരളീധരൻ പറയുന്നുണ്ട്. പാലക്കാടെ പോലെ അല്ലെങ്കിൽ വയനാടിലെ പോലെ എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയും ചേലക്കരയിൽ എന്ന് കരുതരുത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രൂപം കൊണ്ട ഒരു കോൺഗ്രസ് മുസ്ലിം ഐക്യമുണ്ട്. ആ ഐക്യം നിലനിർത്താൻ കഴിഞ്ഞാൽ ജയിക്കാൻ ചേലക്കരയിലും കഴിയുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കാരണം ചേലക്കരയിൽ മുസ്ലിം സാന്നിധ്യം, മുസ്ലിം വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ്. ആലത്തൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ളത് ചേലക്കര നിയമസഭാ മണ്ഡലത്തിലാണ് എന്നും, അതുകൊണ്ട് ആ മണ്ഡലത്തിൽ ഉറപ്പായും ജയിക്കാൻ കഴിയും ഈ ഐക്യം കൂടുതൽ ദൃഢമായാൽ എന്നുമാണ് പറയുന്നത് കെ മുരളീധരൻ. അതോടൊപ്പം സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യത്തിന് അദ്ദേഹം നൽകുന്ന മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയാണ്: രമ്യയെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് ഉദാഹരണം പറയുന്നത് എന്ന് വെച്ചാൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് ഉദാഹരണം പറയുന്നത് അരൂരിലെ ഷാനിമോളുടെ ജയമാണ്. അന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അരൂരിൽ ഷാനിമോൾ ലീഡ് ചെയ്തിരുന്നു, എന്നാൽ ചേലക്കരയിൽ രമ്യയ്ക്ക് ലീഡുണ്ടായിരുന്നില്ല എന്ന്. എന്ന് വെച്ചാൽ രമ്യ ഹരിദാസ് മത്സരിക്കുകയാണെങ്കിൽ ജയിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അരൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഷാനിമോൾ ഉസ്മാനാണ്. ഷാനിമോൾ ഉസ്മാൻ പരാജയപ്പെടുന്നു. അതേസമയം അരൂരിലെ MLA ആയ AM ആരിഫാണ് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചത്. അതുകൊണ്ട് അരൂരിൽ ഒഴിവ് വന്നു. ആ ഒഴിവിലേക്ക് ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു. ഒരു ബൈ ഇലക്ഷനിൽ ജയിച്ചു. പിന്നീട് 2021 പരാജയപ്പെടുകയും ചെയ്തു. അന്ന് ഷാനിമോൾ ഉസ്മാൻ ജയിക്കാൻ കാരണം സഹതാപ വോട്ടാണ് എന്ന ചർച്ച ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ലോക്സഭയിലേക്ക് മത്സരിച്ചു, തോറ്റു, നേരിയ വോട്ടിനാണ് തോറ്റത്. ഇനിയിപ്പോൾ അരൂരിൽ വരുന്നു, ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ജനങ്ങൾ ജയിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ ജയിക്കുകയും ചെയ്തു. പക്ഷേ ഷാനിമോൾ ഉസ്മാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരൂരിൽ ലീഡ് നേടിയിരുന്നു എന്നാണ്. എന്നാൽ ആലത്തൂരിലെ ലോക്സഭാ ഇലക്ഷനിൽ ചേലക്കര മണ്ഡലത്തിൽ രമ്യ ഹരിദാസിന് ലീഡുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജയിക്കുക അത്ര എളുപ്പമല്ല എന്ന് പറയുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത്. അതുകൊണ്ട് രമ്യ ഹരിദാസ് മത്സരിച്ചാൽ ജയിക്കാൻ കഴിയില്ല എന്ന് തൃശ്ശൂരിലെ അനുഭവം വെച്ചുകൊണ്ട്, തൃശ്ശൂരിൽ മത്സരിച്ച് അനുഭവം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അതേപോലെ തന്നെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അദ്ദേഹം കേരളത്തിലെ ഓരോ മണ്ഡലത്തിൻ്റെയും മിടിപ്പുകൾ, പ്രവർത്തന രീതി, സംഘടനാ രീതി, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സംഘടനാ ശക്തി, വോട്ടുകൾ ഏതൊക്കെ രൂപത്തിലാണ് മറിയുക എന്നതൊക്കെ കുറിച്ചുള്ള നല്ല ധാരണയുള്ള നേതാവാണ് കെ മുരളീധരൻ. അദ്ദേഹമാണ് പറയുന്നത് രമ്യ ഹരിദാസ് മത്സരിച്ചാൽ അത്ര എളുപ്പമല്ല ചേലക്കരയിൽ എന്ന്. ചേലക്കര ഇത്തവണ LDFനോടൊപ്പം തന്നെ നിൽക്കും. LDFനെ തോൽപ്പിക്കുക എന്നതും പ്രയാസമുള്ള കാര്യമാണ് ചേലക്കരയിൽ. അതുകൊണ്ട് എളുപ്പത്തിൽ ജയിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസിന് വേണ്ട എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ് അവസാനം പറയുന്നത് ചേലക്കര ഇത്തവണ നോക്കേണ്ടതില്ല, LDF തന്നെ ജയിക്കും എന്നാണ്. രമ്യ ഹരിദാസ് അല്ല, ഏത് സ്ഥാനാർത്ഥി വന്നാലും അവിടെ ഒരിക്കലും UDFന് ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് കൂടിയാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഏതായാലും ചേലക്കര കൂടി പിടിച്ച് UDFന്റെ തേരോട്ടം അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും KPCC നേതൃത്വമൊക്കെ കരുതുന്നത്. പക്ഷേ അത് നടക്കില്ല എന്ന് പറയുകയാണ് കെ മുരളീധരൻ മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിലൂടെ.